ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സെബിൻ ആൻ്റണി. ഇസ് മൈ ചാനൽ സെബിൻസ് വ്ളോഗ്. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ള ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ കൊറമംഗലയിലാണ്. കൊറമംഗലയിലെ ഫോർത്ത് സ്ട്രീറ്റിലാണ്. അപ്പം ഇവിടുത്തെ നൈറ്റ് ലൈഫ്, അതായത് കൊറമംഗലയിലെ നൈറ്റ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്, എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടൊക്കെ ആയിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 6:45 അപ്പം ഈ ഒരു സമയത്തെ വ്യൂവും കാര്യങ്ങളും, പിന്നെ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തെ ഈ കൊറമംഗലയിലെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി. അപ്പോൾ ഇവിടെ ജസ്റ്റ് മലയാളികളുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് നമുക്ക് കണ്ടിട്ട് ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളും, ഒരു മാസം ഇവിടെ എത്ര എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളും, പിന്നെ ഇവിടെ ഡെയിലി പബ്ബുകൾ ആക്റ്റീവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 1-2 ദിവസങ്ങളൊക്കെ ഉള്ളൂ പബ്ബുകൾ ആക്റ്റീവായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഡെയിലി പബ്ബുകൾ ആക്റ്റീവാണ്. ഫ്രീ ആയിട്ടുള്ള പബ്ബുകളും ഉണ്ട്, കപ്പിൾസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പബ്ബുകൾ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണും കൊടുക്കുകയെല്ലാം ചെയ്തിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ 7 മണിയൊക്കെ ആകാൻ പോവാണ്. അപ്പോൾ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വ്യൂ ഒക്കെ അങ്ങ് നന്നായിട്ടങ്ങ് മാറും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ ജസ്റ്റ് നോക്കാം. ഗൈസ്, 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ആക്റ്റീവായിട്ട് വരുന്നുള്ളൂ. ഇത് കണ്ടില്ലേ, അധികം ആളും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ നടന്ന് ഇതിൻ്റെ ഒരു എൻഡിങ്ങിൽ എത്തിക്കുക. അതായത് കൊറമംഗല സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് എത്തിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒരു പബ്ബിൽ കയറി ചോദിച്ചപ്പോൾ അവിടെ എൻട്രി ഫീസ് തന്നെ 1500 ആണ്. പിന്നെ 1000 ഉണ്ട്, പിന്നെ 2000 ഉണ്ട്. അങ്ങനെ പല റേറ്റുകളാണ് പല പബ്ബിലെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ. പിന്നെ കപ്പിൾസായിട്ട് വരുന്നവർക്ക് കപ്പിൾസ് ഫ്രീ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കപ്പിളില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഇനിയിപ്പം നമ്മുടെ ഈ കൊറമംഗല സ്ട്രീറ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ബിവറേജ് അല്ല, ഒരു ലിക്കർ ഷോപ്പുണ്ട്. താഴെ ലിക്കർ ഷോപ്പും മേളിൽ വൈൻ ഷോപ്പുമായിട്ടുള്ള ഷോപ്പാണ്. അത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പം അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റ് തുടങ്ങുന്നതിൻ്റെ അവിടെ തന്നെയായിട്ടാണ് ഈ ടോണിക്യൂ എന്ന് പറഞ്ഞ ലിക്കർ ഷോപ്പുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഫോറമാളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോറമാളിലൊന്ന് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് എല്ലാ കാര്യങ്ങളും നോക്കുകയും എല്ലാം ചെയ്തിട്ട് നമുക്ക് പോകാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫോറമാളിലൊന്ന് ജസ്റ്റ് കയറിയിട്ട് വരാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് സ്ട്രീറ്റിലോട്ട് പോകാം. സ്ട്രീറ്റിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കാണാം. പിന്നെ മാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലിക്കർ ഷോപ്പിലൊന്ന് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടി ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് നേരെ സ്ട്രീറ്റിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മാളി ജസ്റ്റ് ഒന്ന് കയറാം. ഭായിമാരുടെ കൂടെ പോകുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അവർ ബഹളമൊക്കെ വെച്ച് വണ്ടിയൊക്കെ നിർത്തിക്കോളും. ഇതാണ് നമ്മുടെ കൊറമംഗല സ്ട്രീറ്റിലെ മാള്, ഫോറം മാള്. നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഫോറമാളുടെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇവിടെ ഏതാണ്ട് മെഗാ സെയിലിംഗ് ഏതാണ്ട് നടക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറമാളിൻ്റെ അകം.
ഞാനാകെ നമ്മുടെ ലുലു മാളിൽ മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ ഇത് കുഴപ്പമില്ല, ചെറിയ മാളാണെങ്കിലും അത്യാവശ്യം എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് വരാം. നിലയിലുള്ള ചെറിയൊരു മാളാണ്. മൂന്നാമത്തെ നിലയിൽ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നാലാമത്തെ നിലയിൽ തിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ നാലാമത്തെ നിലയിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ മാളിൽ പോയി കൊടുക്കുകയും ചെയ്യുന്ന പോലെ എങ്ങനെയാണ് ആ സെയിം പരിപാടി തന്നെ. ജസ്റ്റ് അകമെല്ലാം കയറി ചുറ്റിക്കാണ് കൊടുക്കുകയെല്ലാം ചെയ്യും. ഒന്നും മേടിക്കാനൊന്നും പോകുന്നില്ല, കാരണം കൈ കാശില്ല. അതാണ് സംഭവം. ഉണ്ടല്ലേ ഈ നാലാമത്തെ ഫ്ലോർ മൊത്തം തിയേറ്ററും കാര്യങ്ങളും. ഇത് കണ്ടോ PVR സിനിമാസ്. പിന്നെ അവിടെ ഇത് കണ്ടല്ലേ ഫ്ലോർ മൊത്തം തിയേറ്ററും കാര്യങ്ങളുമാണ്. ചെറിയ മിനി തിയേറ്ററാണ് ഇത് കണ്ടില്ലേ. ചെറിയൊരു മാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ മാളി വരും കൊടുക്കുകയെല്ലാം ചെയ്യുന്നത്. ഈ മാളിൽ നിന്നല്ല, കുറമംഗലായിൽ ഞാൻ രണ്ടാമത്തെ ടൈമാണ് വരുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അറിയത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് മാളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറമംഗലം സ്ട്രീറ്റിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇവിടെ 3rd ഫ്ലോറിൽ ഏറ്റവും സൈഡ് അങ്ങേയറ്റത്തായിട്ട് ഒരു ഇതുണ്ട്, ടൈം സോൺ പ്ലേ സ്റ്റേഷൻ പോലെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതുകൂടി നമുക്ക് ജസ്റ്റ് കയറി കാണാവേ. ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയേക്കാം കേട്ടോ. ഇവിടെ എല്ലാം നല്ല ബ്രാൻഡഡ് ഷോപ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നാട്ടിൽ എങ്ങനെയാണ് അതുപോലൊക്കെ തന്നെ ഇവിടെ വന്നാലും മാളിൻ്റെ അകത്ത് കയറി കുറച്ച് രേസിക്കകത്തൊക്കെ നിന്നിട്ട് പയ്യെ നൈസായിട്ട് ഇറങ്ങിപ്പോകും. ആ ഒരു സെറ്റപ്പ് ഇതുണ്ടല്ലോ, നൈസ് മാള് ഇതുണ്ടല്ലോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഫോറം മാളിൻ്റെ വെളിയിൽ വന്നിരിക്കുകയാണ്. പുറമേ നോക്കുമ്പോൾ ചെറിയ മാൾ പോലെ തോന്നുന്നു, പക്ഷേ അകത്ത് ഇഷ്ടംപോലെ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് സ്ട്രീറ്റിലോട്ട് തന്നെ പോകാം. അപ്പം സ്ട്രീറ്റിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഫൈനലി നമ്മൾ ടോണിക്യൂവിൻ്റെ അകത്ത് ഒരു സാധനം മേടിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും കിട്ടുമില്ല എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ബഡ്ജറ്റിൻ്റെ പറ്റിയത് ലിക്കർ സെക്ഷൻ. എൻ്റെ പൊന്നു മോനെ, ഇതിൽ ഇതാണ് ആ ഷോപ്പ്. എൻ്റെ പൊന്നു മോനെ, ഈ സൈഡ് മൊത്തം വൈൻ, ആ സൈഡിൽ മൊത്തം പ്രീമിയർ സാധനങ്ങൾ. വാവ്, എൻ്റെ പൊന്നെ, നമ്മൾ വിചാരിക്കുന്നവരൊന്നും അല്ല കേട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഏതെടുക്കണമെന്നുള്ള കാര്യം കൺഫ്യൂഷനാണ്. പിന്നെ റേറ്റ് നല്ല കൂടിയ റേറ്റ് തന്നെയാണ്. നാട്ടിൽ കിട്ടുന്ന പോലെ കൂടുതലൊന്നും കിട്ടത്തൊന്നുമില്ല. അല്ല പിന്നെ ലോക്കലിൽ പോയി മേടിക്കണം. എന്താണേലും ചെറുത് മേടിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ. ഇപ്പോൾ കണ്ടല്ലേ ഗൈസ്, പബ്ബുകളെല്ലാം നല്ല രീതിയിൽ ആക്റ്റീവ് കൊടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പബ്ബിൽ കയറാൻ പറ്റുമെങ്കിൽ കയറണം. അപ്പോൾ ഇവിടെ അടുത്ത് ഏതെങ്കിലും നല്ല പബ്ബോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ ഈ റേറ്റ് കുറഞ്ഞ പബ്ബോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് കയറി കൊടുക്കുകയെല്ലാം ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് റേറ്റ് കുറഞ്ഞത് പബ്ബുകളുണ്ടോ എന്ന് നോക്കാം.
അപ്പോൾ ഗൈസ് നമുക്ക് ഫൈനലി ഒരു പബ്ബ് കിട്ടിയിട്ടുണ്ട്. അത് പെർ പേഴ്സൺ 500 റുപ്പീസാണ്. പിന്നെ ഒരു പ്രത്യേക നിർബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷൂവും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറി പിന്നെ ഇത് കണ്ടില്ലേ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പബ്ബിൻ്റെ പേര് ബോഹോ പബ് എന്നാണ്. ബോഹോ കൊറമംഗല എന്നാണ് പബ്ബിൻ്റെ പേര് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊറമംഗലയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ സ്ഥലം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. വരുന്നവർ ജസ്റ്റ് ഒന്ന് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പബ്ബിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പബ്ബിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബോഹോ പബ് എന്നാണ് പറയുന്നത്. നിയർ ബൈ ഹൈദരാബാദി ബിരിയാണി അതിൻ്റെ അടുത്തായിട്ടാണ്, കൊറമംഗലത്തിനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് കാഴ്ചകൾ എന്തൊക്കെ നോക്കാം. 500 റുപ്പീസാണ് പെർ പേഴ്സൻ്റെ റേറ്റ്. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഷൂസ് ഇടാതെ നമുക്ക് കയറാൻ പറ്റിയില്ല. ഞാനിപ്പം റൂമിൽ പോയി ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാവേ. അപ്പോൾ ഗായ്സ് ഞാൻ പബ്ബിൽ നിന്നൊക്കെ ഇറങ്ങി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു ഗായ്സ് ഇത് കണ്ടില്ലേ, സമയം ഇപ്പോൾ ഇത് കണ്ടില്ലേ 12 മണിയാകാൻ പോവാണ്. അപ്പം കൊറമംഗല സ്ട്രീറ്റിലോട്ട് വരി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം ഇപ്പം മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തേക്കണം. ഇത് കണ്ടില്ലേ, ആ ഒരു സെക്ഷൻ മൊത്തം ബ്ലോക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തേക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങി കഴിയും കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ റോഡ് നല്ല രീതിയിൽ ബ്ലോക്ക് ആക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടില്ലേ, റോഡെല്ലാം നല്ല രീതിയിൽ ബ്ലോക്ക് ആക്കി കൊടുക്കുകയും ചെയ്തേക്കും. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ പബ്ബിൻ്റെ ടൈം എന്ന് പറയുക കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ 12:30 വരെയുള്ളൂ പബ്ബിൻ്റെ ടൈമും കാര്യങ്ങളും ഉള്ളൂ. അപ്പോൾ ആ ടൈം കഴിഞ്ഞാൽ പിന്നെ പബ്ബും കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുക കൊടുക്കുകയും ചെയ്യാൻ പാടില്ല. അപ്പോൾ കർണാടക പോലീസ് 12:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ റോഡും കാര്യങ്ങളും എല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടുന്ന് 4th സ്ട്രീറ്റിൽ നിന്ന് അങ്ങോട്ട് വണ്ടിയും കാര്യങ്ങളൊന്നും കടത്തി വിട്ട് കൊടുക്കുകയും ചെയ്യുകയില്ല. ഇതുകൊണ്ട് നിലവിലെ കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തേക്കുവാണ്. വണ്ടിയൊന്നും ഇതിലെ ഇനി കയറ്റി വിട്ട് കൊടുക്കുകയും ചെയ്യില്ല. അതൊക്കെ ആ സൈഡിൽ കൂടി കയറ്റി വിട്ട് കൊടുക്കുകയും ചെയ്യാം. അരമണിക്കൂർ കൊണ്ട് റോഡ് മൊത്തം ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പം ഈ ഒരു സൈഡിലാണ് ഏറ്റവും കൂടുതൽ പബ്ബും കാര്യങ്ങളും കാണുക കൊടുക്കുകയും ചെയ്യുന്നത്. കാണുമല്ല, ഈ ഒരു സൈഡിലാണ് ഏറ്റവും കൂടുതൽ പബ്ബും കാര്യങ്ങളും ഉള്ളത്. 4th സ്ട്രീറ്റും 5th സ്ട്രീറ്റും. അപ്പോൾ നമുക്ക് ആ സ്ട്രീറ്റുകളൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാവേ. അപ്പം ഇവിടുന്ന് നേരെ പോയി കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഫോറം മാളിലോട്ട് ഇല്ലുന്നത്. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി കൊടുക്കുകയും ലെഫ്റ്റ് തിരികെ കൊടുക്കുകയും ചെയ്യുന്നത് ഫോറം മാളിലോട്ട് ഇല്ലുന്നത്. അപ്പം ഇനി പബ്ബുകൾ ഈ ഒരു സൈഡിലോട്ടാണ്. അകത്തോട്ട് ഏറ്റവും കൂടുതൽ പബ്ബുകളും കാര്യങ്ങളും ഉള്ളത് 5th സ്ട്രീറ്റിലായിട്ടാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാവേ. ഇതുകൊണ്ടില്ലേ 12:30 ആവുക കൊടുക്കുകയോ 12 മണിയാവുക കൊടുക്കുകയും ചെയ്തിട്ടും ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മോശമൊന്നുമല്ല, നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊക്കെ ഇത്രയും തിരക്ക് കാണുക കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ പള്ളിപ്പെരുന്നാൾ കാര്യങ്ങളും ഒക്കെ വരും കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത്രയും തിരക്കും കാര്യങ്ങളും കണ്ടിട്ടുള്ളൂ. ഇതൊരു പബ്ബാണ്. ഇതിൻ്റെയൊക്കെ മേളിൽ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുക കൊടുക്കുകയും ചെയ്യുവാണ്. ഇത് വേറൊരു പബ്ബ്. ഇതിൻ്റെ 2nd ഫ്ലോറിലും 3rd ഫ്ലോറിലും 4th ഫ്ലോറിലും എല്ലാം പബ്ബും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് വേറൊരു പബ്ബ്. അവിടെ ഈ മേളിൽ കാണുക കൊടുക്കുകയും ചെയ്ത വേറൊരു പബ്ബാണ്. ഈ പെൺപിള്ളേർ എൻ്റെ മുന്നിൽ കയറി നടക്കുവാണല്ലോ. വേറൊരു പബ്ബ്. ഈ ഒരു 5ാമത്തെ സ്ട്രീറ്റിൽ തന്നെ ഇഷ്ടംപോലെ പബ്ബുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
ഇതുകൊണ്ടില്ല അടുപ്പിച്ചടുപ്പിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കടകളിൽ ബേക്കറികൾ കാണുക കൊടുക്കുകയും ചെയ്യുന്ന പോലെയാണ് പബ്ബുകൾ, നിരത്തി പിടിച്ച് പബ്ബുകളാണ്. ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് കപ്പിൾസുകൾക്ക് ഫ്രീ എൻട്രി ആണ്, പിന്നെ ചിലയിടത്ത് ഒരാൾക്ക് പെർ പേഴ്സൺ 500 രൂപയാണ് എൻട്രി ഫീസും കാര്യങ്ങളും എല്ലാം. അപ്പം പലയിടത്തും പല ഓഫറും കാര്യങ്ങളും ഒക്കെയാണ്. ചില സമയത്ത് ഫ്രീ എൻട്രിയും കാര്യങ്ങളും എല്ലാം കൊടുക്കും, ചിലപ്പോഴത്തേക്ക് ഒരു ടൈം കൊടുക്കും ചെയ്യുമ്പോഴത്തേക്ക് അവർ റേറ്റും കാര്യങ്ങളെല്ലാം കൂട്ടി കൊടുക്കുകയും എല്ലാം ചെയ്യും. എന്താണേലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. ഇതുണ്ടല്ലേ പോലീസുകാരിപ്പോൾ ഇവിടെ പോലീസുകാർ ഓൾറെഡി ഇവിടെ വന്ന് കൊടുക്കുകയും ചെയ്യുവാണ്. ഇതുണ്ടല്ലേ പോലീസുകാർ ഓരോരോ പബ്ബിൻ്റെ വാതിക്കലും പോയി നിൽക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതുണ്ടല്ലേ 12:30 ആകുമ്പോഴത്തേക്ക് പബ്ബെല്ലാം ഇവിടുത്തെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതും ക്ലബ് കിച്ചൺ റീലോഡഡ്. ജിൻസ പബ് ഇപ്പോൾ നമ്മൾ നടന്ന് മെയിൻ റോഡിൻ്റെ അവിടെ എത്തിയേക്കും കേട്ടോ. ഇതുകൊണ്ട് മെയിൻ റോഡിൻ്റെ അവിടെ എത്തിയേക്കുക. അതും പോലീസ് കവർ ചെയ്തേക്കുക ആ റോഡും കാര്യങ്ങളും എല്ലാം. കാര്യം എന്ന് വെച്ചാൽ അങ്ങോട്ട് അതായത് ഈ റോഡിൽ നിന്ന് അകത്തോട്ട് കയറാനോ പുറത്തോട്ട് കയറാൻ കൊടുക്കുകയും ചെയ്യാനോ പറ്റിയില്ല. കാരണം യൂബറിൻ്റെ ഓട്ടോസ് മാത്രമേ ഉള്ളൂ കയറി കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ, അല്ലാതെ പ്രൈവറ്റ് വണ്ടികളും കാര്യങ്ങളൊന്നും കയറി കൊടുക്കുകയും ചെയ്യുന്നൊന്നുമില്ല. ഇത് കണ്ടില്ലേ വഴിയെല്ലാം ക്ലോസ് ചെയ്തേക്കുക. ഇപ്പോൾ നമ്മൾ 5ാമത്തെ സ്ട്രീറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ പോലീസുകാർ ഈ റോഡും കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കണ്ടില്ലേ. തിടിച്ച് കഴിഞ്ഞാൽ പീഡന കേസിനകത്ത് കൊണ്ട് വരും. പോരാതിന് അറിയാത്ത നാടും കൂടിയാണ്. ഇത് കണ്ടില്ലേ റോഡ് ക്ലോസ് ചെയ്തേക്കുക. പുറത്തുനിന്നുള്ള വണ്ടികളും കാര്യങ്ങളൊന്നും അകത്തോട്ട് വിടു കൊടുക്കുകയും ചെയ്യുന്നൊന്നുമില്ല. കാണിച്ചു തരാവേ. ഇത് കണ്ടില്ലേ പോലീസുകാർ ബാരിക്കേഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് റോഡ് ക്ലോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണ്. ഒള്ളി ഓട്ടോസ് മാത്രമേ കയറ്റി വിട്ട് കൊടുക്കുകയും ചെയ്യുന്നുള്ളൂ, അല്ലാതെ പ്രൈവറ്റ് വണ്ടികളും കാര്യങ്ങളൊന്നും കയറ്റി വിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് പബ്ബെല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി കുറമംഗല 5th സ്ട്രീറ്റിലോട്ട് പോകാവേ. നല്ല ഇരുട്ടാണ്, മുഖം ഒന്നും കാണത്ത് കൊടുക്കത്തൊന്നുമില്ല. നമുക്ക് നല്ല സ്ട്രീറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി കൊടുക്കുകയും ചെയ്യാം.
ഓ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ കുറമംഗലയിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 1 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും കറങ്ങുമൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതോടൊപ്പം വരെ ഇറ്റ്സ് മീ സെബിൻ ആൻ്റണി, ഈസ് മൈ ചാനൽ സെബിൻസ് വ്ലോഗ് സൈനിങ് ഔട്ട്. ബൈ.